സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ലബൂബുവിനെ നമ്മളും കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ധൈര്യവും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്റെ ഫ്രണ്ടിന് കൊടുക്കാന്ന്. പക്ഷേ കൈവെക്കുന്നവരെല്ലാവരും ചാകും, ഗോസ്റ്റ് പിടിക്കും, അങ്ങനെയൊക്കെയാണ്. മുമ്പൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒടുക്കത്തെ ബോറടിയാണ് കേട്ടോ. എനിക്ക് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകാമെന്ന്. കഴിച്ചാൽ മതിയല്ലോ, എന്തിനാണ് കൂടുതൽ ഡെക്കറേഷൻസ് എന്ന് നമ്മൾ പിന്നീട് ചിന്തിച്ചു കേട്ടോ. ഈ ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റ് നന്നായിട്ട് ഒഴിച്ച് നല്ലൊരു വീഡിയോ എടുക്കണമെന്നായിരുന്നു. പക്ഷെ അതൊന്നും അത്ര കൃത്യമായിട്ട് നടന്നില്ല. നമ്മൾ എത്ര ഡെക്കറേറ്റ് ചെയ്താലും ഈ ഒരു കേക്ക് നമ്മുടെ വയറ്റിലോട്ട് തന്നെ പോകാനുള്ളതാണ്. പിന്നെ എന്തിനാണ് കൂടുതൽ ഡെക്കറേഷൻ? അവർക്കും കൂടി ഓരോരോ കേക്ക് പറയാതെ നമ്മൾ ഒരു കേക്കാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഇത് വേസ്റ്റ് ആവുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഇതിൽ മധുരം അധികം ഇഷ്ടമല്ലാത്തവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കേക്ക് മാത്രമാണ് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചത്. നമ്മൾ ഇറങ്ങിയിട്ട് ടീ സ്റ്റോപ്പിലോട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ ഈ ലബൂബുവിനെ കാണുന്നത്. ലബൂബുവും ഒരു ഡ്രിങ്ക്സും എടുത്താൽ എത്രയോ റിയാലിന്, ഒരു 30 സംതിങ് റിയാലിനാണ് നമുക്കത് കിട്ടുക. പിന്നീട് ഞാൻ ചിന്തിച്ചത്, എന്തിനാണ് നമ്മൾ ഈ ദുരന്തം സാധനങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് വീട്ടിൽ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് എന്തിനാ, നമുക്ക് ഉപദ്രവവും ഇല്ല ദോഷവും ഇല്ല. നമ്മൾ ജസ്റ്റ് കണ്ടു, ഇറങ്ങി വന്നു. അപ്പൊ എന്തായിരുന്നാലും അടിപൊളി യാത്രയായിരുന്നു. ബൈ ലബൂബു.